മൂന്നാമത്തെ രാജാവ് ലങ്ക ഭരിച്ച രാവണനാണ്. അവൻ കുറച്ചും കൂടി ഡിഗ്രി കൂടും. നമ്മളൊക്കെ പുറത്ത് യാത്ര ചെയ്ത് വന്നാൽ വീട്ടിൽ വരുമ്പോൾ 1 കിലോ ഓറഞ്ച്, 1 കിലോ ആപ്പിൾ, 1 കിലോ മുന്തിരിയും ഒക്കെ വായി വരുന്നത് പോലെ രാവണൻ പുറത്തു പോയി വന്നാൽ 8 or 10 പെണ്ണുങ്ങൾ കൂടെ ഉണ്ടാകും. അതാണ് രാവണന്റെ ഒരു വരവിന്റെ രീതി. രാവണൻ മൊത്തത്തിൽ രാവണനെ കുറിച്ച് 6 പേർ പറയുന്ന അഭിപ്രായമുണ്ട്. 1 മഹാപാർശ്വൻ, 2 അദ്ദേഹത്തിൻ്റെ ആ ദണ്ഡകാരണ്യത്തിൽ പോയ 14,005 പടയിൽപ്പെട്ട ഒരുവനായ അകമ്പനൻ, 3 സഹോദരന്റെ സ്വഭാവം ആങ്ങളയുടെ സ്വഭാവം പെങ്ങൾക്കറിയാവുന്നത് പോലെ ഭാര്യയ്ക്കറിയാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ശൂർപ്പണഖ, മാരീചൻ ഇവരൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിഭീഷണൻ, കുംഭകർണൻ ഇവരൊക്കെ രാവണന്റെ സ്വഭാവം പറയുമ്പോൾ മാരീചൻ പറയുന്ന സ്വഭാവമുണ്ട്. മഹാരാജാവേ രാവണ, 1000കണക്കിന് സുന്ദരീരത്നങ്ങൾ അന്തഃപുരത്തിലുള്ളപ്പോൾ എന്തിനാണ് കാട്ടിൽ ജീവിക്കുന്ന ആ സാധ്വീരത്നത്തെ പോയി നീ എന്തിനാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? നീ അവരോട് അഭിരമിക്കൂ, രാമൻ സീതയോട് ചേർന്ന് ജീവിക്കട്ടെ. പക്ഷേ രാവണനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. രാവണൻ ഭോഗ തൽപരതയാണ് രാവണൻ. ആസക്തി കൈവിടാതെ കടിഞ്ഞാണില്ലാത്ത ആസക്തി കൊണ്ട് ലോകം മുഴുവൻ തനിക്ക് ഭുജിക്കാനും ഭോഗിക്കാനുമാണ് എന്ന് ചിന്തിച്ചവനാണ് രാവണൻ. അതുകൊണ്ട് തൻ്റെ സഹോദരന്റെ മകനായ നളകൂബരന്റെ ധർമ്മപത്നിയാകേണ്ട രംഭയെ ബലാത്കാരം ചെയ്തവനാണ് രാവണൻ. മുന്നിൽ കാണുന്ന സ്ത്രീകൾക്കാർക്കും ലോകത്തിൽ ഒരിക്കലും സുരക്ഷയില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിച്ചവനാണ് രാവണൻ. മദ്യപാനത്തിലും മതോന്മത്തമായ പ്രവൃത്തി മാത്രം ചെയ്യുന്നവനാണ് രാവണൻ. അധികാരത്തിൻ്റെ ഗർവും കരുത്തും കൊണ്ട് സാമാന്യ ജനത്തെ അടിമകളാക്കി മറ്റുള്ളവരെ അവഹേളിക്കുന്നതിൽ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് രാവണൻ. ഈ പേക്കോലവും എത്രയും വേഗം ലോകത്ത് നിന്ന് ഇല്ലാതാക്കണം.